watching 24 from News Headquarters, Kochi. നമസ്കാരം. അമേരിക്കൻ സാമ്പത്തിക ലോകത്തു നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. FTX എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ചിന്റെ തകർച്ചയിലാണ് തുടക്കം. അതിന്റെ തുടർച്ചയായി ബാങ്കിംഗ് ദാതാക്കളായ സിൽവർ ഗേറ്റിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, പിന്നീട് സിലിക്കൺ വാലി ബാങ്കിന്റെ ഊഴമായി. അടുത്ത തകർച്ച സിഗ്നേച്ചർ ബാങ്കിന്റേത്. പെട്ടെന്ന് എല്ലാവർക്കും 2008 ഓർമ്മ വന്നു. അന്നത്തെ ബാങ്ക് തകർച്ചയും സാമ്പത്തിക മാന്ദ്യവും കൂട്ട പിരിച്ചുവിടലും ഒക്കെ വീണ്ടും ചർച്ചയായി. സംഭവം അങ്ങ് അമേരിക്കയിൽ ഒതുങ്ങുന്നില്ലെന്നാണ് പുതിയ വാർത്ത പറയുന്നത്. സ്വിസ് ബാങ്കായ ക്രെഡിറ്റ് സ്വിസും തകർച്ചയുടെ വക്കിലാണ്. ബാങ്കിനെ സഹായിക്കാൻ സ്വിറ്റ്സർലൻഡിലെ കേന്ദ്ര ബാങ്ക് അടക്കം രംഗത്തെത്തുകയും ചെയ്തു. സിലിക്കൺ വാലി ബാങ്കിന്റെ ഓഹരി വിലയിൽ 62% ഇടിവാണുണ്ടായത്. അമേരിക്കൻ ബാങ്കുകളുടെ വയറ്റത്തടിച്ച സംഭവ പരമ്പരകൾ എന്തൊക്കെ? പ്രതിസന്ധി എങ്ങനെയുണ്ടായി? നിക്ഷേപകരെ ബാങ്ക് തകർച്ച എങ്ങനെ ബാധിക്കും? വരാനിരിക്കുന്നത് വീണ്ടും ഒരു മാന്ദ്യമോ? മറ്റു രാജ്യങ്ങളിലെ ബാങ്കുകളെ ഈ തകർച്ച ബാധിക്കുമോ? ലോക സമ്പദ് വ്യവസ്ഥ ആടിയുലയുമോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നതും ഇതാണ്: നെഞ്ചിടിപ്പോടെ ബാങ്കുകൾ. ഇന്നത്തെ എന്റെ അതിഥികൾ: ഗ്ലോബൽ മാർക്കറ്റ്സ് ടെക്നോളജി ബാങ്ക് ഓഫ് അമേരിക്ക വൈസ് പ്രസിഡന്റ് പോൾ മാർട്ടിൻ, ഷിക്കാഗോ ഫോർച്യൂൺ 500 ഓഡിറ്റ് ആൻഡ് കംപ്ലയൻസ് സീനിയർ ഡയറക്ടർ ഷാന മോഹൻ, മുത്തൂറ്റ് ഗ്രൂപ്പ് USA CEO മാത്യു കെ ജോസഫ്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ റൂബൻ ഡാനിയൽ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീമതി ഷാന മോഹനിലേക്ക്. ഷാന, ഇപ്പോൾ ഈ സിലിക്കൺ വാലി ബാങ്കിന്റെ ഒരു തകർച്ച പെട്ടെന്ന് വന്ന ഒരു വാർത്ത എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ ഒരു വാർത്തയ്ക്ക് പിന്നിൽ ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ഉണ്ടാവാം. അപ്പോൾ ഷാന നോക്കുമ്പോൾ ഇതിന്റെ ഒരു ടൈം ലൈൻ എങ്ങനെയാണ്? SVB ബാങ്ക് എന്ന് പറഞ്ഞ സാന്റ ക്ലാര കാലിഫോർണിയയിൽ ലൊക്കേറ്റ് ചെയ്തൊരു ബാങ്ക് ആയിരുന്നു. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബാങ്കിന്റെ മെജോറിറ്റി കസ്റ്റമേഴ്സും ടെക് ഇൻഡസ്ട്രിയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരുന്നു. സോ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരുന്നു പ്രൈമറിലി. ഇറ്റ്സ് നോട്ട് റീറ്റെയിൽ കൺസ്യൂമേഴ്സ് ലൈക്ക് യു ആൻഡ് മീ. സോ വാട്ട് ഹാപ്പൻഡ് വാസ്, പാൻഡമിക്കിന്റെ ഒരു ടൈമിൽ ടെക് ഇൻഡസ്ട്രിയുടെ സ്റ്റോക്സ് വളരെ ഹൈ ആയിട്ട് റൈസ് ചെയ്തു. ആ സ്റ്റോക്സ് റൈസ് ചെയ്തപ്പോഴത്തേക്കിന് ഈ ബാങ്കിലെ ഡെപ്പോസിറ്റ്സ് ഒത്തിരി വലുതായി. സോ ഈ ഡെപ്പോസിറ്റ്സിനെ SVB they channeled it into very safe long term securities, US treasury bonds. സോ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ വാട്ട് ഹാപ്പൻ ഇസ്, പാൻഡമിക്കിന് ശേഷം അപ്പം ആ പാൻഡമിക്കിന്റെ ടൈമിൽ വളരെ ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആയിരുന്നു. ലെറ്റ്സ് ഫാസ്റ്റ് ഫോർവേഡ് ടു ടുഡേ. ഫെഡറൽ റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബോണ്ടിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ SVBയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് were sitting at a very very low value. ആ ടൈമിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അധികം പൈസ they did not put any more money into these tech companies. ടെക് കമ്പനീസിലെ ആ ഒരു ഓണേഴ്സ് they started pulling out all the cash. അങ്ങനെ വന്നപ്പോൾ the bank was unable to fund that liquidity. അപ്പോൾ അവരുടെ ബോണ്ട്സ് സെൽ ചെയ്യാൻ ട്രൈ ചെയ്തു. ബട്ട് when they sold the bonds, എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ the bond value was sitting at a very negative market value. അതുകൊണ്ട് they incurred significant losses. So ഇതിന്റെ ഒരു ടൈം ലൈൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, because February 24th KPMG, which is their auditors, presented them with an audit report that was very clean for the year 2022. March 8th പക്ഷേ SVB ബാങ്ക് $1.8 billion ലോസസ് ഡിക്ലെയർ ചെയ്തു. March 9th SVBയുടെ സ്റ്റോക്ക് ക്രാഷ് ചെയ്തു. March 10th ട്രേഡിംഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് March 13th പ്രസിഡന്റ് ബൈഡൻ എമർജൻസി മെഷേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ദിവസങ്ങൾക്കുള്ളിൽ ദ ബാങ്ക് ഫെയിലിയർ ഹാപ്പൻഡ്. ശ്രീ പോൾ മാർട്ടിൻ, ഇപ്പോൾ ഷാന പറഞ്ഞത് കേട്ടല്ലോ, നമ്മുടെ ഒരു ഇക്കോണമിയിൽ ഈ ഇവന്റ്സ് എല്ലാം ഒരു വിഷ്യസ് സർക്കിൾ പോലെയാണ്. അപ്പോൾ ഒന്നിനെ തുടർന്ന് മറ്റൊന്നിലേക്ക് പോകുന്നു, ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബാങ്കുകൾക്ക് ബാധിച്ച തകർച്ച, ഇപ്പോൾ ഷാന പറയുന്നത് പോലെ അതിനെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ടെക് കമ്പനികളെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ നമ്മൾ ഈ ഒരു മാസീവ് ലേ ഓഫിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല കമ്പനികളും, അതിപ്പോൾ ഗൂഗിൾ ആകട്ടെ, ട്വിറ്റർ ആകട്ടെ, മൈക്രോസോഫ്റ്റ് ആകട്ടെ, എല്ലാവരും ഇങ്ങനെ ആൾക്കാരെ പിരിച്ചുവിടലിൻ്റെ ഒരു പാതയിലാണ്. അപ്പോൾ അതിന് വീണ്ടും ആക്കം കൂട്ടുമോ ഈ ഒരു SVBയുടെയും സിഗ്നേച്ചർ ബാങ്കിൻ്റെയും ഒക്കെ തകർച്ച? ഈ സിലിക്കോൺ വാലി ബാങ്കും അതേ ബിസിനസ് മോഡലിലുള്ള ബാങ്കുകളും സ്റ്റാർട്ടപ്പ് കമ്പനികളെ വളരെയധികം സപ്പോർട്ട് ചെയ്തു വരുന്നതാണ്. ആൻഡ് നല്ല ഭാഗം വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ബാക്ക് ചെയ്തിട്ടുള്ള ടെക് സ്റ്റാർട്ടപ്പ് കമ്പനികൾ, ടെക് മാത്രമല്ല മെജോറിറ്റി ഓഫ് ലൈഫ് സയൻസസ് കമ്പനികളും സിലിക്കൺ വാലി ബാങ്കിൽ നിന്ന് അതേപോലെ ഉള്ള ബാങ്കുകളുടെയും സപ്പോർട്ട് കൂടി സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുള്ളതാണ്.
അപ്പം അതോടൊപ്പം വളരെയധികം കമ്പനികൾ പണവും നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. സോ ഈ കമ്പനികളെ തീർച്ചയായും ഈ കൊളാപ്സ് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഈ ഇൻഷുറൻസ് എമൗണ്ട് 250,000 മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് ഈ റിസ്ക് കുറച്ച് കൂടുതൽ ബാധകമാണ്. ബാക്കിയുള്ള ഒരു ഇൻഷുറൻസിന്റെ ഒരു 250,000 ഉള്ളിൽ കവർ ചെയ്യുന്നതാണ്. അവർക്ക് ഈ കമ്പനികൾക്ക് നഷ്ടം സംഭവിച്ചാൽ അവർക്ക് വേറെ വഴിയിൽ എംപ്ലോയീസിന് സാലറി കൊടുക്കാനും പറ്റും. അപ്പോൾ ചിലപ്പോൾ അവർ ലേ ഓഫിനോ സാലറി കട്ട് മുതലായ സാധ്യതകളിലേക്ക് തിരിഞ്ഞേക്കാം. പക്ഷെ ഇത് ഒരു മാസ് ലേ ഓഫ് ആയ എല്ലാ കമ്പനികളിലേക്കും വ്യാപിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഓരോ കമ്പനിക്കും ഉണ്ടായ നഷ്ടം അല്ലെങ്കിൽ അവരുടെ ബാക്കപ്പ് പ്ലാൻസ് മുതലായ ഫാക്ടേഴ്സ് അനുസരിച്ചിരിക്കും അത് ഡിസൈഡ് ചെയ്യാൻ. ഇപ്പൊ തന്നെ ഫെഡ് വലിയ ബാങ്കുകൾ ലൈക്ക് JP മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക എല്ലാവരും ചേർന്ന് SVB പോലുള്ള ബാങ്കുകളെ സഹായിക്കാൻ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ കുറച്ച് സേഫ് ഫീലിങ്സ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീ മാത്യു കെ ജോസഫ്, അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ബാങ്കിന്റെ CEO എന്ന നിലയിൽ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു ബാങ്ക് തകർച്ചയെ? ആശങ്കയുണ്ടോ? 2008 ഓർമ്മ വരുന്നുണ്ടോ? ഓ ഡെഫിനറ്റ്ലി 2008 അത്രയും തീവ്രത ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആസ് എൻ ഓപ്പറേഷൻസ് ഐ എം നോട്ട് എ സ്പെഷ്യലിസ്റ്റ് ഇൻ ബാങ്കിങ്. ഓക്കെ, സോ ജനറലി എനിക്ക് പറയാൻ കഴിയുന്നത് ഇതൊരു ഇന്റേണൽ കൺട്രോൾ ഫെയിലിയർ ആണെന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഫസ്റ്റ്, അതായത് ലാക്ക് ഓഫ് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ്, ഇന്റേണൽ കൺട്രോൾ ഫെയിലിയർ. സോ അതാണ് ഈ ബാങ്കിനെ ഇത്ര പെട്ടെന്ന് പിടിച്ചു കുലുക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. SVBA സിമിലർ സിറ്റുവേഷൻ ടു സിഗ്നേച്ചർ ബാങ്ക് ഓൾസോ ബിക്കോസ് ദർ എക്സ്പോഷർ ടു ക്രിപ്റ്റോ ആൻഡ് വാട്ട് ഇറ്റ് ഈസ്. സോ SVBA എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നവരുടെ മെജോറിറ്റി ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് വാസ് ഇൻ ബോണ്ട്സ്. സോ their റിസ്ക് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്ത് ചെയ്യായിരുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയും ബോണ്ടിന്റെ റേറ്റ് കുറയുകയും ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു എക്സ്പോഷർ അവർ മാനേജ് ചെയ്യാനായിട്ട് ഡിലേ ആയിട്ടുണ്ടോ അതോ ലേറ്റ് ആയോ അറിയില്ല. അവിടെയാണ് ഒരു ചെറിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് പ്രോപ്പർ ഇന്റേണൽ കൺട്രോൾ വാസ് നോട്ട് ഇൻ പ്ലേസ്. മാനേജ്മെന്റ് ഫെയിലിയർ വി കൻ നോട്ട് ബിക്കോസ് ബാങ്ക് ഫെയിൽ ആകുന്നതിന് 2 ദിവസം മുമ്പ് വരെ ബോണസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവിടെ ആ ബാങ്കിൽ $180 million ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ്സിനെ കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും വേറെ റിസ്ക് മാനേജ്മെന്റോ അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾസോ ഈവൻ എക്സ്റ്റേണൽ കൺട്രോൾസ് KPMG ക്ലിയർഡ് ജസ്റ്റ് 1 week ബിഫോർ ദ ബാങ്ക് ക്ലാസ്. സോ ദർ ആർ ക്വസ്റ്റ്യൻസ്. വേറെ ഇത് മറ്റു ബാങ്കുകളെ അങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SVBയും അല്ലെങ്കിൽ സിഗ്നേച്ചർ ബാങ്കിനെ ഡിപ്പെൻഡ് ആയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ബട്ട് മറ്റുള്ള ബാങ്കുകൾ വേറെ the internal controls are in system properly in system and good in compliance, I don't think they are going to pay. So this is a temporary crisis, I believe so right now, but still the investigation is on and ഇപ്പോൾ മാർക്കറ്റിന്റെ പാനിക് സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ വന്നിട്ടില്ല. ഇതൊരു പാനിക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ടെമ്പററി അലാം ഓൾറെഡി ഉണ്ട് മാർക്കറ്റിൽ. കസ്റ്റമർ കോൺഫിഡൻസ് റീബിൽഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇസ് ട്രൈങ് ടു റീബിൽഡ് ദ കോൺഫിഡൻസ് ഓഫ് ദ കസ്റ്റമേഴ്സ്, ബട്ട് സ്റ്റിൽ കസ്റ്റമർ ആർ ഓൾസോ ഇൻ പാനിക് സിറ്റുവേഷൻ. സോ ദർ മൈറ്റ് ബി ലാർജ് എമൗണ്ട് ഓഫ് വിത്ഡ്രോവൽ ഇൻ ഫ്യൂച്ചർ ഡേയ്സ് till the customer gets full confidence. ഓക്കെ, അതിന്റെ ബാലൻസ് പറയേണ്ട റൂബൻ ഡാനിയലാണ്. ശ്രീ റൂബൻ ഡാനിയൽ, നിക്ഷേപകരെ ഇതെങ്ങനെ ബാധിക്കും? ഒരു ബാങ്ക് തകർച്ച ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഭാഗമാണല്ലോ ബാങ്കിലെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സ് സാധാരണക്കാരായ നിക്ഷേപകർ ഉൾപ്പെടെയുള്ളവരുണ്ടാവാം. ഇപ്പോൾ ഈ പറയുന്ന കമ്പനികൾക്ക് ഫണ്ട് ചെയ്യുന്ന ബാങ്കുകളുണ്ടാവും. അപ്പോൾ ഈ ബാങ്കുകളുടെ തകർച്ച എങ്ങനെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കും? That's a very good question. So this is the best time to speak to your clients. You can tell them what was your goal. Your goal was long term. So stay the course. This is just a crisis. Just like any other crisis, it will pass. So just stay the course. പക്ഷെ അത്തരത്തിലൊരു സമാധാനിപ്പിക്കൽ കൊണ്ട് മാത്രം അവരുടെ പണം തിരിച്ചു കിട്ടുമോ? അതോ അതിനൊരു ഷുവർട്ടി ഉണ്ടോ? So when you sit with somebody, right, they have a goal. They have a short-term goal. They have a long-term goal, right? So the short-term goal is what is affected now. But the overall picture is the long-term goal, maybe 5 years, 10 years, or 20 years. So if they stick to the plan, don't make changes, don't take rash decisions, you'll be safe. Because this is
This is just like the 2008 crisis. They tried to repeat the same thing in 2008. What happened? Everybody panicked. They started selling, and that's what it came down. So stay the course. This is just another crisis, and it will pass. ഓക്കെ, ഷാന, നമുക്ക് ഈ ചരിത്രത്തിലാണെങ്കിലും ഓരോ സംഭവങ്ങളും നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സമ്പദ് വ്യവസ്ഥയിലും. അപ്പോൾ നമ്മൾ ഓരോ സാമ്പത്തിക പാഠങ്ങളും പഠിക്കുകയാണ് ഓരോ ക്രൈസിസിലൂടെ. അത് 2008 പഠിച്ച പാഠങ്ങളുണ്ട്, കോവിഡ് വന്നപ്പോൾ പഠിച്ച സാമ്പത്തിക പാഠങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ഈ ബാങ്ക് തകർച്ച, അത് SVB തുടങ്ങി സിഗ്നേച്ചറിലേക്ക് വരുന്നു, ഇപ്പോൾ ക്രെഡിറ്റ് സ്യൂസിലെത്തി നിൽക്കുന്നു. ഇനി മറ്റ് രാജ്യങ്ങളിലെ ബാങ്കുകളിലേക്ക് അത് വ്യാപിക്കുമോ എന്നറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു പാഠം ഈ ഒരു ബാങ്ക് തകർച്ചയ്ക്ക് നൽകാനുണ്ടോ? സോ തീർച്ചയായിട്ടും ക്രിസ്റ്റീന, പല പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാം. ആദ്യമായിട്ട് അവോയ്ഡ് കോൺസെൻട്രേഷൻ റിസ്ക്, അല്ലേ? സോ ഡോണ്ട് ടൈ അപ്പ് ഓൾ യുവർ മണി ഇൻ ടു വൺ ബാങ്ക്. അത് ഇപ്പം നമ്മൾ ആസ് കൺസ്യൂമേഴ്സ് ആണെങ്കിലും വെദർ ഇറ്റ്സ് ടെക് ഇൻഡസ്ട്രി ഓർ കമ്പനീസ് ഹൂഎവർ ഇറ്റ് മേ ബി, അവോയ്ഡ് ദാറ്റ് കോൺസെൻട്രേഷൻ റിസ്ക്. അതൊരു വലിയ പാഠമാണ്. പിന്നെ SVBയുടെ കേസ് ഇച്ചിരി യുണീക്ക് ആണ്. SVBയുടെ ക്ലയന്റിലെല്ലാം ടെക് ഇൻഡസ്ട്രിയിലുള്ള വലിയ ഹൈടെക് ആയിട്ടുള്ള ഓൺലൈനിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലയന്റിലാണ്. സോ ഒത്തിരി റിസ്ക് വോളറ്റിലിറ്റി നോക്കുന്ന ഒരു ക്ലയന്റ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നടന്നുടനെ ആദ്യത്തെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വെൻ ഹി പുൾഡ് ഔട്ട് ഓഫ് ദ ബാങ്ക്, ഒരു ഹേർഡ് മെന്റാലിറ്റി ആയിരുന്നു. എവ്രിബഡി സ്റ്റാർട്ടഡ് പുള്ളിങ് ഔട്ട് ആൻഡ് ദെർ വാസ് എ ബാങ്ക് റൺ. അതായത് അതായത് ദ ബാങ്ക് ഇസ് അൺഏബിൾ ടു മീറ്റ് ദ ക്യാഷ് ഡിമാൻഡ്സ്. ആൾക്കാർ അതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ടു ഡ്രോ ഔട്ട് ദ റിസർവ്സ്. അതാ സംഭവിച്ചത്. സോ ഇതൊരു യുണീക്ക് കേസാണ്. അതുപോലെ തന്നെ ദ പോസിറ്റീവ് ലെസൺ ഇതിൽ നിന്ന് പഠിച്ചതെന്ന് പറഞ്ഞാൽ ബാങ്ക് റെഗുലേഷൻസ് വർക്ക്, അല്ലെ? സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അപ്പൊ തന്നെ ദ FDIC സ്റ്റെപ്ഡ് ഇൻ ആൻഡ് ദേ സെഡ് ദാറ്റ് എവ്രിബഡി വിൽ ഗെറ്റ് ദിയർ മണി ബാക്ക്. സോ ഈ SVBയുടെ ക്ലയന്റൽ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ഇറ്റ് വാസ് അൺഇൻഷുർഡ് ഡെപ്പോസിറ്റ്സ്. ഐ ബിലീവ് ഒരു 87% അൺഇൻഷുർഡ് ആയിരുന്നു. ബിക്കോസ് മിക്ക ഡെപ്പോസിറ്റ്സും 250,000 മേലെ നിൽക്കുന്ന ഡെപ്പോസിറ്റ്സ് ആയിരുന്നു. എന്നിട്ടും വി ഹാവ് നൗ സെഡ് ദാറ്റ് അമേരിക്ക ഒരു ഇത്ര they have inspired investor confidence. അതുകൊണ്ട് തന്നെ they've said, President Biden has said that investors will get that money back irrespective of the insurance status. So ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിനാറിയോ ആണ്. ഓക്കെ, ശ്രീ പോൾ മാർട്ടിൻ, 2023 എന്ന് പറയുന്ന ഒരു വർഷം, അത് തുടക്കത്തിൽ തന്നെ IMF ആണെങ്കിലും വേൾഡ് ബാങ്ക് ആണെങ്കിലും മറ്റ് സാമ്പത്തിക വിദഗ്ധരാണെങ്കിലും ഈ വർഷം ഒരു റിസഷന്റെ വർഷമായിരിക്കും എന്ന സൂചനകളൊക്കെ നൽകി. അവർ ഉറപ്പിച്ചു പറയുന്നില്ലെങ്കിലും ഒരു സാധ്യതയുണ്ട്. ക്രിസ്റ്റലീന ജോർജീവ പലയിടത്തും പറഞ്ഞു, വേൾഡ് ബാങ്കിൽ നിന്നും അതേ റിപ്പോർട്ട്സ് തന്നെ വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന 2008 ബാങ്ക് തകർച്ച അതൊരു റിസഷനിലേക്ക് നയിച്ചു. അതേപോലെ തന്നെ ഈ പറയുന്ന 2023 ബാങ്ക് തകർച്ച അതൊരു റിസഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? ഇതിലിപ്പോ ഒരു റിസഷൻ വരികയാണെങ്കിൽ അത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കില്ല. അത് വേറെ കുറേയേറെ കാരണങ്ങൾ കൊണ്ട് കൂടി ആകാം. പിന്നെ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷന്റെ റൂട്ട് കോസ് നോക്കുകയാണ്, അത് ഇൻട്രസ്റ്റ് റേറ്റ് ഉയർന്നത് കൊണ്ടാണെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫെഡോ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഒരു ചാൻസും കാണുന്നുമില്ല. കൂട്ടാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷേ ഓൾറെഡി ഇതൊരു റെഗുലേറ്റഡ് മോഡലിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ ഫെഡിന്റെ സൈഡിൽ നിന്നും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ലോ മേക്കേഴ്സും എല്ലാവരും കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് ഒരു സ്റ്റെബിലിറ്റി വരാനുള്ള ഒരു ചാൻസിനെയാണ് ഇപ്പം സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ എറയിലാണ് ജീവിക്കുന്നത്. ഇത്തരം പ്രോബ്ലംസ് കൊണ്ട് അഫക്റ്റഡ് ആയ ബാങ്കുകളിലെ പണം അപ്പോൾ തന്നെ സെക്കൻഡ്സ് കൊണ്ട് വിത്ഡ്രോ ചെയ്ത് വലിയ ബാങ്കുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കുറേ പേരൊക്കെ അത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇപ്പം മൂഡീസ് പോലുള്ള ഏജൻസി അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറയ്ക്കുകയും ചെയ്തു. പക്ഷെ ഗവൺമെന്റ് പെട്ടെന്ന് ബാങ്കിങ് സെക്ടറിൽ ഇടപെട്ട് ഇപ്പോൾ ബാങ്കുകൾ ഒരു ഈ തിരിച്ചുവരവിൻ്റെ ഒരു പാത്രമാണ്. അപ്പം ഈ ഇതേപോലെയുള്ള ഇപ്പോൾ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫോൺ വിളിയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഉയർത്തുന്ന ഈ പാനിക് സിറ്റുവേഷൻസ് അത് ഹാൻഡിൽ ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിട്ട് നമുക്കിപ്പം കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, അമേരിക്കയിലെ ബാങ്കിങ് സിസ്റ്റം ജനറലി ഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ 2008 പോലുള്ള ഒരു സിറ്റുവേഷൻ ഒരു റിസഷന് വഴി തെളിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതെ. ശ്രീ തോമസ് കെ ജോസഫ്, അമേരിക്കയിൽ ഈ നൊബൽ പ്രൈസ് വിന്നേഴ്സ് ആയിട്ടുള്ള നിരവധി സാമ്പത്തിക ശാസ്ത്രജ്ഞരുണ്ട്, ബാങ്കിംഗ് മേഖലയിലെ വിദഗ്ധരുണ്ട്. പക്ഷെ ഇത്തരത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഓരോ ബാങ്കിനും അവരെ ഇന്റേണലി ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്തുകൊണ്ട് അക്കാര്യങ്ങൾ കണ്ടില്ല, അഡ്രസ് ചെയ്യപ്പെട്ടില്ല? ക്രിസ്ത്യൻ, ഈ ഫിനാൻഷ്യൽ വേൾഡിൽ ഒരു പഴയ സേയിങ് ഉണ്ട്, ടു ബിഗ് ടു ഫെയിൽ, സോ അതിന്റെ ആ ഒരു ഓവർ കോൺഫിഡൻസ് ആണോ അതോ അറഗൻസ് ആണോ എന്നറിയില്ല. ബാങ്ക് ഒക്കെ ഒരുപാട് വളർന്നു വരുമ്പോൾ അവരുടെ അറഗൻസ് ക്രീപ്പ് ഇൻ ടു ദ സിസ്റ്റം, അതാണോ ഇങ്ങനെ ഈ കൺട്രോൾസ് ഫെയിൽ ആകുന്നതെന്നും നമുക്കറിയില്ല. ഇപ്പൊ 2008 റിസഷൻ ഉണ്ടായപ്പോൾ ഒരുപാട് മെഷേഴ്സ് ഗവൺമെന്റ് അപ്ഡേറ്റ് ചെയ്തു. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, മോണിറ്ററി പോളിസി, റിസ്ക് മാനേജ്മെന്റ്, എവറിത്തിങ്. ഡോട്ട് ഫ്രാങ്ക് ആക്ട് കെയിം ഇൻ എഫക്ട്. So American bank was better performing. The healthy system, the financial system was very healthy. Bank system was very good. Economy was running okay, and COVID had some magic. That's why inflation came in, and rate hike, bond rate go down, all those things. But again, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഈ റിസ്ക് മാനേജ്മെന്റ് മെക്കാനിസം ഹാസ് ടു ബി ഇൻ പ്ലേസ് in not only in the banking, every institution. Have to better manage this one. Plus, diversified. Shana പറഞ്ഞതുപോലെ diversified investment. You have a portfolio of investment. അങ്ങനെ ഇവരുടെ വന്നത് ബോണ്ടിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിട്ടാണ്. അവിടെ അവർക്ക് തോന്നുന്ന അവരുടെ റിസ്ക് മാനേജ്മെന്റ് അഡ്വൈസ് വാസ് ഇൻ ദാറ്റ് വേ, ഐ ബിലീവ് സോ. ബട്ട് ഇത് ഒരു സിറ്റുവേഷൻ ആണ്. ബട്ട് 2008 തരത്തിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. റിസഷൻ ആ ലെവലിലേക്ക് പോകുന്നില്ല. ബട്ട് വേറെ രീതിയിൽ ഇത് ഉണ്ടാവും. അപ്പൊ ടെക് ഇൻഡസ്ട്രി ഓൾറെഡി റിസഷൻ ബാധിച്ചു കഴിഞ്ഞു. ലോട്ട് ലേ ഓഫ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പോ അങ്ങനെ ഓരോ ഇൻഡസ്ട്രിയെ സ്ലോലി ക്യാൻ എഫക്ട്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിനൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ റീസൺ പറയുക? ശരിക്കും there has to be a regulatory inspection and investigation and legal action, whatever it is. Apart from that, I don't think all banks are doing the same thing. No, definitely no. നിലവിലെ സാഹചര്യത്തിൽ ഈ ബാങ്ക് തകർച്ചയുടെ പശ്ചാത്തലത്തിൽ പല നിക്ഷേപകരും ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഗോൾഡിലേക്ക് മാറുന്നു, ഗോൾഡ് റേറ്റ് കൂടുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിക്ഷേപത്തിന് ഒരു സ്വഭാവം മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പണ്ട് ഈ 2008 ഒരു ക്രൈസിസ് ഉണ്ടായപ്പോഴാണല്ലോ ക്രിപ്റ്റോ കറൻസി വരുന്നത്. ആ ക്രിപ്റ്റോ തന്നെ ഇപ്പോൾ നമ്മളെ ചതിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു നിക്ഷേപ സ്വഭാവത്തിനുള്ള ഒരു സാധ്യത അങ്ങ് കാണുന്നുണ്ടോ? Yes, I do. And going back to the original risk category they want to be in, what is how many years they got for retirement and what they want to invest. So when I sit with any client, I ask, what is your main goal? How much money you want for retirement? And depending on that, we diversify the investment. And it also depends on their age. When they're closer to the retirement, most of the investment goes in bonds. Because US bonds is the safest, because you know that you're going to get the money back. But in the case of SVB, they put too much money there, and when they wanted to sell it, they were not able to get the correct price for it. For a normal investor, diversifying is the best option so that they can meet their goals. ഓക്കെ. ഷാന, ഈ 2008 റിസഷന് മുൻപ്, അല്ലെ ബാങ്ക് തകർച്ചയ്ക്ക് മുമ്പ്, ഡോക്ടർ രഘുറാം രാജൻ ഏർലിയർ പ്രഡിക്ഷൻ നടത്തിയിരുന്നു ഇത്തരത്തിലൊരു ബാങ്ക് തകർച്ചയും സമാനമായ റിസഷനും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഈ 2008 എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ആ 2008 എന്ന് പറയുന്ന മോഡലിന് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം ഈ 2023 മോഡൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഒരു കമ്പാരിസൺ നമുക്ക് പോസിബിൾ ആണോ? ഇത് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? Sure, Christina. So 2008 compare ചെയ്ത് നോക്കിയാൽ വാഷിംഗ്ടൺ മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കേറ്റർ ടു റീറ്റെയിൽ കസ്റ്റമേഴ്സ് അല്ലെ. ക്രിസ്റ്റീന എന്നെ കൂട്ട് ഉള്ള കസ്റ്റമേഴ്സിനെ ആയിരുന്നു. ദാറ്റ് വാസ് ദ ഫോക്കസ്. SVB എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോക്കസ്ഡ് ഓൺ കമ്പനീസ്. അതുകൊണ്ട് തന്നെ SVBയുടെ, I said this earlier, majority of the deposits were uninsured. So it's a big thing that we have to think through. 87% of their deposits was uninsured. അതൊരു കാര്യം. പിന്നെ വാഷിംഗ്ടൺ മ്യൂച്വലിന്റെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സെറ്റ് ഓഫ് റീസൺസ് ആയിരുന്നു. ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് സബ് പ്രൈം മോർഗേജ് ലെൻഡിങ് പ്രോബ്ലംസ്. അപ്പം വെരി ഡിഫറെന്റ് അല്ലെ. നമ്മുടെ മോർഗേജ് ക്രൈസിസ് ഉണ്ടായി, അതുകൊണ്ടാണ് വേറെ ഫാക്ടേഴ്സ് കാരണമാണ് അത് സംഭവിച്ചത്.
ഓൾസോ വാഷിംഗ്ടൺ മ്യൂച്വലിന്റെ ഫെയിലിയർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം വൈഡ് ഫെയിലിയർ ആയിരുന്നു. ഇഫ് യു റിമെമ്പർ 2008 ശേഷം ഏതാണ്ട് 500ഓളം ബാങ്ക്സ് ഫെയിൽ ചെയ്തു. സോ ഓവർ എ പീരീഡ് ഓഫ് 7 years ഇറ്റ് വാസ് എ സിസ്റ്റമിക് ഫെയിലിയർ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓഫ് കോഴ്സ് SEC and DOJ are still investigating. അതുകൊണ്ട് I don't want to be prematurely saying it. പക്ഷേ it looks like it's a more isolated incident ഇവിടെ. Internal control failures ആയിരിക്കും. പിന്നെ സ്പീഡ് ഓഫ് കൊളാപ്സ് ഓർത്ത് നോക്കിയാൽ തന്നെ വാഷിംഗ്ടൺ മ്യൂച്വൽ ടുക്ക് മന്ത്സ്, വെറസ് SVB നമ്മൾ കണ്ടു ദിവസങ്ങൾക്കുള്ളിൽ ഫെയിലിയർ സംഭവിച്ചിരിക്കുന്നു. അതുപോലെ എന്റെ എസ്റ്റീംഡ് കൊളീഗ്സ് ഇതിനെക്കുറിച്ച് ഓൾറെഡി ടച്ച് ചെയ്തു. നമ്മളൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് റെഗുലേറ്ററി എൻവയൺമെന്റിലാണ് ഇപ്പം. 2008 ശേഷം ഡോഡ് ഫ്രാങ്ക് റിഫോംസ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ സ്ട്രിഞ്ചന്റ് റിക്വയർമെന്റ്സ് വന്ന് ബാങ്ക്സിന്. സോ എന്റെ കൊളീഗ് പറഞ്ഞു ഇപ്പം ദാറ്റ് 2018 പ്രസിഡന്റ് ട്രംപ് അത് ഇച്ചിരി റിപ്പീൽ ചെയ്തു ആൻഡ് കുറച്ച് റിലാക്സേഷൻ വന്നിരുന്നു ആ റിക്വയർമെന്റ്സിൽ. ഹൗവർ ആ റിക്വയർമെന്റ്സിന്റെ ഒരു വലിയ ഭാഗമായിട്ട് സ്ട്രെസ് ടെസ്റ്റും പബ്ലിക് ട്രാൻസ്പെറൻസിയും ഒക്കെ റിക്വയർ ചെയ്തിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു കേസിൽ ദ പ്രോബ്ലം ഇസ് ദാറ്റ് ആ സ്ട്രെസ് ടെസ്റ്റ് പോലും ഇത് ഐഡന്റിഫൈ ചെയ്യുമായിരുന്നെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ദ സ്ട്രെസ് ടെസ്റ്റ് വർ ക്യാപ്ഡ് അറ്റ് ഒരു 2% ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഇതിലായിരുന്നു അത് ക്യാപ്പ് ചെയ്തിരിക്കുന്നത്. Now, if we think about it, Christina, നമ്മളൊരു 4% കടന്നു interest rate. So banks, have to come into current regulations. അപ്പോൾ interest rates കൂടുന്തോറും they should have adjusted for factors like that and still did their stress test, still did, internal control, risk assessments. ആ ഒരു failures ഉണ്ടായിരുന്നു എന്ന് this is my opinion as a CPA. പക്ഷേ, I think that's probably what happened. Also, our risk of investments into longer term securities such as bonds, because nobody predicted pandemic undagum, inflation is going to strike and interest rates is going to go up. So it's a little bit different from the 2008 failure. ശ്രീ പോൾ മാർട്ടിൻ, ഇനിയും മറ്റു ബാങ്കുകളിലേക്ക് ഇത് പടരാൻ ഒരു സാധ്യതയുണ്ടോ? മറ്റു ബാങ്കുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ബാങ്കുകളിലേക്കൊക്കെ ഇത് പടരാൻ ചാൻസ് ഇല്ല. അതേസമയം ചെറിയ ബാങ്കുകളിലേക്ക് ചാൻസ് ഉണ്ട്. വലിയ ബാങ്കുകളിലേക്ക് എന്ന് പറഞ്ഞ ഒരു കാരണം, വലിയ ബാങ്കുകളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്മോൾ ബാങ്കുകളുടെ പോലെ ബോണ്ടുകളിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ദേ ഹാവ് എ ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ലൈക്ക് ദീസ് സ്മോൾ ബാങ്ക്സ്. അപ്പം പിന്നെ അടുത്ത കാരണം ഈ ഒരു കൊളാപ്സ് കൊണ്ട് ഈ വലിയ ബാങ്കുകൾക്കൊക്കെ കൂടുതൽ പ്രയോജനമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ SVB എന്ന് പറയുന്നത് US-ലെ 16th ലാർജസ്റ്റ് ബാങ്കാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അവസാനത്തെ കണക്ക് പ്രകാരം ഐ തിങ്ക് അബൌട്ട് $209 billion ആണ് ഇതിൻ്റെ SVBയുടെ അസറ്റ്സ്. അപ്പോൾ ഈ തുക വലുതാണെന്ന് തോന്നുകയാണെങ്കിലും ഇത് US-ലെ ആകെ ബാങ്കുകളുടെ 0.91% മാത്രമാണ്. അപ്പം അതേസമയം ഇവിടെ നിന്ന് വിത്ഡ്രോ ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായ ഡെപ്പോസിറ്റ് വലിയ ബാങ്കുകൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെ അത് ബാധിക്കാൻ ചാൻസ് ഇല്ല. അതേസമയം ചെറിയ ബാങ്കുകളെ ഇത് ബാധിച്ചേക്കാം. പക്ഷെ അവർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തിരിച്ചുവരവിൻ്റെ ഒരു പാത്തിലാണ്. അപ്പോൾ ഈ ഒരു ബാങ്ക് തകർച്ച മാർക്കറ്റ്സിനെ എങ്ങനെ ബാധിക്കും? വിപണിയെ എങ്ങനെ ബാധിക്കും? സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും? അതേപോലെ തന്നെ ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഇനിയും കൂടാനുള്ള ഒരു സാധ്യതയുണ്ടോ? പലിശ നിരക്കിനെ എങ്ങനെ ബാധിക്കും? കാരണം പലിശ നിരക്ക് ഉയർത്തിയതാണ് ഇതിനൊരു പ്രധാന കാരണമെന്നാണല്ലോ എല്ലാ വിദഗ്ധരും തന്നെ പറയുന്നത്. ഈ പലിശ നിരക്ക് ഉയർത്തേണ്ടി വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് ഗ്ലോബലി എല്ലാ ഗവൺമെന്റ്സും എല്ലാ ഫെഡറൽ ഏജൻസീസും ട്രഷറി മാനേജ്മെന്റും കണ്ടിരിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കാണ്. ഫസ്റ്റ് പോയിന്റ്. അതർ മെഷേഴ്സ് ഉണ്ട് അതിന്റെ കൂടെ, പക്ഷെ മെയിൻ ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി ഇൻഫ്ലേഷൻ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എക്സ്പെർട്സ് പറയുന്നത് തന്നെയാണ്. അപ്പൊ അവരോട് കൂടെ നിൽക്കാം നമുക്ക്. പിന്നെ ബാങ്കുകളെ ബാധിക്കുന്നത് ഈ മറ്റുള്ള ഈ ബാങ്കുകൾ ഫെയിൽ ആകുമ്പോഴത്തേന് പ്രശ്നം എന്ന് വെച്ചാൽ ലോട്ട് ഓഫ് കമ്പനീസ് are using these banks for small companies to small business, small startup അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇപ്പൊ SVBയെ സംബന്ധിച്ച് അവരുടെ ഒരുപാട് കമ്പനികളുടെ അക്കൗണ്ട് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ ഫണ്ട് സ്റ്റക്ക് ആയാലും അവർ ക്യാഷ് ഫ്ലോ സ്റ്റോപ്പ് പോകും. ക്യാഷ് ഫ്ലോ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പേറോൾ റൺ ചെയ്യാൻ പറ്റില്ല, അവർക്ക് വെണ്ടർ പേയ്മെന്റ്സ് പറ്റില്ല, ഒന്നും പറ്റാതെ വന്നു കഴിഞ്ഞാൽ eventually they have to lay off the employees or they have to close their own business. So maybe thousands and thousands of business depending on this bank for their services. So അതൊരു രീതിയിൽ അവരെ അഫക്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ്ലി SVB പോലെയുള്ള ബാങ്കുകളായിരുന്നു കൂടുതൽ സ്റ്റാർട്ടപ്പുകൾക്കും ടെക് കമ്പനികൾക്കും എല്ലാം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പൊ അവരുടെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ SVB ആയിരുന്നു. അപ്പൊ അവിടെ ഒരു സ്ലോനെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ ഒരു ഗ്രോത്ത് സ്ലോ ആവും.
ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ. ലോകമെമ്പാടുമുള്ള നിക്ഷേപകർക്ക് ഒരാശങ്കയാണ്, വായ്പ എടുക്കാൻ പോകുന്നവർക്ക് ആശങ്കയാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്ത് ചെയ്യണം, ഒരു പിടിയുമില്ലാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപകർക്ക് നൽകുന്ന ടിപ്സ് എന്താണ്? 2, ഈ ചൈനീസ് ഇന്ത്യൻ സംരംഭങ്ങൾ ഉൾപ്പെടെ ഈ ബാങ്കുകളെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ സംരംഭങ്ങളുടെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? See, yeah, everybody is depending on the bank because that's how the people use it. But now you have credit cards, so you don't have to go direct to the bank. So to give you an example, right? So when SVB had a problem, I'm sure everybody went to the bank to get the money, right? Since everything is online, you don't have to go physically to the bank and do it. So people have taken money out who wanted to be a little more secure, especially the people who wanted more than 250,000. That's the maximum they can be insured, right? But the government has interfered, saying that anybody who's got more than 250,000, they be going to pay back. So the government has given assurance. So little calm is there on the investor side, but still people are people. They make their own decisions. They don't want to take the risk as 2008. So I hope everything stays calm. തീർച്ചയായിട്ടും നമ്മുടെയും പ്രതീക്ഷ അതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സാമ്പത്തിക ചക്രത്തിലൊരു ക്രമീകരണം ഉണ്ടാവട്ടെ. കാരണം ഈ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്തിയത് കണ്ട് ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് ഉയർത്തലിന്റെ ഒരു പാതയിലാണല്ലോ. ജപ്പാനൊക്കെ ഒഴികെയുള്ള ബാക്കി എല്ലാ കേന്ദ്ര ബാങ്കുകളും പലിശ നിരക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലും സമാന സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കും. എന്തായാലും നമുക്ക് ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കാം. അത്തരത്തിലൊരു ഗ്ലോബൽ റിസഷനിലേക്ക് പോവില്ല എന്ന വിശ്വാസത്തോട് തന്നെ ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച് ഷാന മോഹൻ, തോമസ് കെ ജോസഫ്, പോൾ മാർട്ടിൻ ആൻഡ് രൂപൻ ജോസഫ്. എന്തായാലും ഇപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥ ഒരു കുടക്കീഴിലാണ്. എല്ലാ രാജ്യങ്ങളും പരസ്പരം ബന്ധിതമാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറ്റു രാജ്യങ്ങളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ബാങ്ക് തകർച്ച മറ്റു രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും, മറ്റു രാജ്യങ്ങളിലെ ബാങ്കിങ്ങിനെയും സമ്പദ് വ്യവസ്ഥയും എങ്ങനെ ബാധിക്കുമെന്നൊക്കെ നമുക്ക് കുറച്ച് കാലം കൂടി നോക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ ഇത് വിപണികളെ ബാധിക്കും. എന്തായാലും എല്ലാം നന്നായി പര്യവസാനിക്കും എന്ന ഒരു പ്രതീക്ഷയോട് അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ എപ്പിസോഡുകൾ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.